നമസ്കാരം. ലോകമെമ്പാടുമുള്ള മലയാളികളെ ഒരുമയുടെ ഒറ്റനൂലിൽ കൊരുക്കുന്ന നിറങ്ങളുടെ ഉത്സവമാണ് ഓണം. അപ്പൊ എല്ലാവരും ഓണസദ്യയൊക്കെ ഉണ്ടിങ്ങനെ അടിച്ചു പൊളിച്ചിരിക്കുക അല്ലേ? ഈ ഓണം കുറച്ചുകൂടെ കളറാക്കാൻ ഈ ഓണസദ്യക്ക് 24-ന്റെ ഒരു വ്യത്യസ്തമായ കൂട്ടമുണ്ട്. കുറേ താരങ്ങളും, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള താരങ്ങളും, ആദ്യ സിനിമയിൽ തന്നെ ദേശീയ അവാർഡ് നേടിയ ഒരു സംവിധായകനും. അപ്പൊ നമുക്ക് ഓണം ഒന്ന് കളറാക്കിയാലോ? അപ്പോൾ ടീം കഥ ഇന്ന് വരെ നമ്മോടൊപ്പം ചേരുകയാണ്. ആദ്യം സംവിധായകനോട് തന്നെ. നമ്മൾ അയൽവാസികൾ കൂടെയാണ്, ചെങ്ങന്നൂരും അടൂരും. അപ്പോൾ ഞാനും അഭിമാനിക്കുന്നു അതിൽ. 1985 ജോഷി സാറിന്റെ മമ്മൂട്ടി, മധു, സുഹാസിനിയൊക്കെയുള്ള കഥ ഇതുവരെ എന്നൊരു സിനിമ. അപ്പോൾ ആ ഒരു ജനറേഷനൊക്കെ വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു സിനിമയാണത്. ഒരക്ഷരം മാത്രമേ മാറ്റമുള്ളൂ. അപ്പം ഇങ്ങനെ ഒരു പേരിലേക്ക് എന്തുകൊണ്ട് വന്നു? ഞാൻ ആക്ച്വലി കഥ ഇതുവരെ ഇടണമെന്ന് ആഗ്രഹിച്ചത്. അപ്പോഴാണ് അറിഞ്ഞിങ്ങനെ സിനിമ ഉണ്ടെന്ന്. അപ്പം പിന്നെ കഥ ഇന്ന് വരെ ആക്കിയതാണ്. നമ്മൾ ഈ കഥയ്ക്ക് ഏറ്റവും ആപ്റ്റായുള്ള പേരാണെന്നത് സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഒന്നും വെളിപ്പെടുത്തില്ലല്ലേ? ഒന്നും വിട്ടു പറയില്ല. തൽക്കാലം നിർവാഹമില്ല. അതെ. മേത്തിൽ ദേവിക മാം ആദ്യമായിട്ടുള്ള സിനിമയാണ്. അപ്പോൾ ഞാൻ എവിടെയോ വായിച്ചതോ കേട്ടതോ ആണോ എന്ന് എനിക്ക് ശരിക്കും ഓർമ്മയില്ല. അപ്പോൾ ഏകദേശം 1.5 വർഷത്തോളം ഇദ്ദേഹത്തെയും ശ്രീ ജോമോൻ ടി ജോണിനോടും ഒരു യെസ് പറയാൻ താമസിച്ചു. അതിനുശേഷമാണ് ഒരു യെസ് പറഞ്ഞ് ആദ്യമായി ഒരു സിനിമയിലേക്ക് വരുന്നത് എന്ന് മനസ്സിലായി. ആ ഒരു ലോങ് കാലയളവ് തീരുമാനത്തിന് എന്താ? അങ്ങനെയല്ല, ആക്ച്വലി ചെറിയൊരു കറക്ഷൻ ഞാൻ പറയാം. അതായത് അങ്ങനെയല്ല, ഫസ്റ്റ് നമ്മള് സിനിമയ്ക്ക് വേണ്ടി കഥ പറഞ്ഞിട്ട് 1.25 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. പിന്നെ കുറെ നാൾക്ക് ശേഷമാണ് വീണ്ടും നമ്മൾ ഈ ഒരു ഇത് ഓപ്പൺ ചെയ്യുന്നത്. ബാക്കി പറ. അത് എനിക്ക് തോന്നുന്നു വിഷ്ണു അത് പ്രസന്റ് ചെയ്ത രീതി തന്നെയായിരുന്നു. പിന്നെ ഇപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് പ്രോജക്ട്സിലൊക്കെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് അങ്ങനെ അതാണല്ലോ എൻ്റെ ഫോക്കസ്. പക്ഷെ വിഷ്ണു വന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പം ആദ്യം കഥ പറഞ്ഞപ്പോൾ തന്നെ കഥ ഇഷ്ടമായി. എനിക്ക് എന്നെ പ്ലേസ് ചെയ്യാൻ സാധിച്ചോ പറഞ്ഞാൽ ആ വിഷ്വലിൽ എനിക്ക് എന്നെ പ്ലേസ് ചെയ്യാൻ സാധിക്കും. അതാണല്ലോ നമ്മൾ ആദ്യം വിഷ്വലൈസ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് ചെയ്യണ്ട എന്തായാലും തീരുമാനിച്ച്. ബട്ട് വിഷ്ണു വന്ന് പെർസ്വേഡ് ചെയ്യുന്ന ഒരു ഭയങ്കര ഒരു ജെന്യുവിൻ ആയിട്ടാണ് അത് ചെയ്തത്. എൻ്റെ അസൗകര്യങ്ങൾ ഒക്കെ നോക്കി, സൗകര്യങ്ങളൊക്കെ നോക്കി. ഇത് ഞാൻ ഇപ്പൊ ഇങ്ങനെ പറയട്ടെ, ഞാൻ കഴിഞ്ഞിട്ടാ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെയൊക്കെയാണ് ജെന്യുവൻ ആയിട്ടുള്ള എൻ്റെ ഇഷ്യൂസ് ഞാൻ പറഞ്ഞു. അപ്പൊ അതൊന്നും ആൾക്കതൊരു പ്രശ്നമേ ആയിരുന്നില്ല. പിന്നെ ഈ പറയുന്ന പോലെ ഞാൻ ഈ എസ് എന്ന് പറയുന്ന മുമ്പൊക്കെ ഷൂട്ടും കഴിഞ്ഞു, ഡബിങ് കഴിഞ്ഞു, എന്തൊക്കെ. അതായത് ദിവ്യ ചേച്ചിക്ക് എസ് പറഞ്ഞു എന്നാണ് വിഷ്ണുനാഥൻ ഇപ്പോഴും പറയുന്നത്. അപ്പൊ ഞാൻ എസ് പറഞ്ഞിട്ടില്ല, ചിന്തിച്ചപ്പോ നിങ്ങള് ഡ്രസ്സ് കൊടുത്ത് അഭിനയിപ്പിച്ച് വീട്ടിൽ വിട്ടതാണ്. അത് എസ് അല്ല. ലാസ്റ്റ് കാണാൻ പോകുന്ന സമയത്ത് വിത്ത് കോസ്റ്റ്യൂം വണ്ടിയാണ് പോയിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ അങ്ങനെ ആയപ്പോഴത്തേക്കും വിത്ത് കോസ്റ്റ്യൂമറൊക്കെ അടുത്ത് വന്നു, മെഷർമെന്റ് എടുത്തു, ഡ്രസ്സ് എടുത്തു, അങ്ങനെയായിരുന്നു. അപ്പൊ ഇപ്പോഴും ഇന്റർവ്യൂല് വന്നിരുന്നിട്ട് ഞാൻ ലാസ്റ്റ് കണ്ടപ്പം എസ് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ ഞാൻ എപ്പോഴും പറയില്ല എസ് അല്ല. അല്ല, അത് പറഞ്ഞപ്പോ കറക്റ്റ് ആണ് കേട്ടോ. അതിനോട് എന്താ കൂട്ടിച്ചേർക്കാനുള്ള അനുശ്രീ? എല്ലാ ഇന്റർവ്യൂസിലും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. വിഷ്ണു ചേട്ടൻ ചെല്ലുന്നതും മാമിനെ ഒന്ന് സമ്മതിപ്പിക്കാനായിട്ട് ബുദ്ധിമുട്ടുന്നതും പുറത്ത് വണ്ടി കാത്തു നിൽക്കുന്നതും ഒരു എസിന്റെ വയ്യെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ വേണം കോസ്റ്റ്യൂമിന്റെ ആൾക്കാർക്ക് അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട്. ചേച്ചി തന്നെ പറഞ്ഞിട്ടുണ്ട് എസ് പറയുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നോ പറയുന്നതിന് മുമ്പ് പടത്തിന്റെ ഷൂട്ടും കഴിഞ്ഞു. അപ്പോ ഈ ഓണം സ്പെഷ്യൽ ആണല്ലോ, കാരണം 2ാമത്തെ സിനിമ വരുന്നുണ്ട്. വിവാഹം കഴിഞ്ഞുള്ള ആദ്യ ഓണമാണ്. അപ്പോ ആ രീതിയിൽ എങ്ങനെയാണ് ഓണം സ്പെഷ്യൽ? ഓണം ഈ പറഞ്ഞല്ലോ, ഓരോ കാലഘട്ടത്തിൽ നമുക്ക് ഓരോ തരത്തിലാണല്ലോ. ചെറുപ്പകാലത്തുള്ളത് പോലെയല്ല പിന്നെ ശേഷമുള്ള പല സമയത്തും. എന്നെ സംബന്ധിച്ച് ഒരു 2-3 കാലഘട്ടങ്ങളിൽ ഉള്ള വ്യത്യസ്തമായ തരത്തിലാണ് ഓണം. അപ്പം ഇപ്പം കഴിഞ്ഞ ഓണമാണെങ്കിലും എനിക്ക് അങ്ങനെ ഓണത്തിൻ്റെതായ രീതി എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഷൂട്ടിൻ്റെ ടൈം ആ ഒരു ബ്രേക്ക് ചെയ്തിട്ടുള്ള ടൈമായിരുന്നു. പിന്നെ കല്യാണം അടുപ്പിച്ച സമയമായിരുന്നു. അതുകൊണ്ട് ഭയങ്കര തിരക്കിലായിപ്പോയി. ഈ വട്ടം ഈ പറഞ്ഞ പോലെ തന്നെ തിരക്കിലാണ് സിനിമ പ്രമോഷൻ കാര്യങ്ങളായിട്ട്. പക്ഷെ എന്നാൽ ഈ വട്ടം കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ഓണം ആയതുകൊണ്ട് അങ്ങനൊരു പ്രത്യേക ചടങ്ങുള്ളത് കൊണ്ട് നമ്മളെ കുറേ കാര്യങ്ങൾ അതിന് വേണ്ടി മാറ്റിവെക്കേണ്ട സമയം മാറ്റിവെക്കണം. അതൊക്കെ തന്നെയാണ്. പിന്നെ സ്പെഷ്യൽ എന്ന് പറയുന്നത് സിനിമ തന്നെയാണ്. സിനിമ ഇറങ്ങുന്നതിൻ്റെ സന്തോഷം
എൻ്റെ എക്സൈറ്റ്മെന്റ് നമ്മൾ കുറേ ഇന്ന് കുറച്ച് ദിവസത്തെ പ്രോസസ്സ് അല്ലല്ലോ, കുറേ നാളായിട്ട്. പ്രത്യേകിച്ച് ഈ സിനിമ 3 വർഷത്തോളം ഉള്ള ഒരു ജേണിയാണ്. അപ്പോൾ അത് ഇവിടെ വരെ എത്തി നിൽക്കുമ്പോൾ ഉള്ളൊരു സന്തോഷമുണ്ട്. പിന്നെ ഞാൻ ഈ സിനിമ നമ്മൾ ശരിക്കും ഓണം സമയത്ത് തന്നെ പലരും ചോദിക്കുന്നുണ്ട് ഓണത്തിന് ഇറക്കാഞ്ഞത്, ഓണത്തിന് മുമ്പ് ഓണത്തിന് ശേഷം ആക്കിയത്. അപ്പം ഈ പറഞ്ഞാൽ എല്ലാവരും ഒന്ന് നമ്മളുൾപ്പെടെ ഓണം വന്ന് ആഘോഷിച്ച് ഫ്രീ ആയിട്ട് നമ്മളൊരു എന്താ പറയുക ഒരു സദ്യ കഴിച്ചിട്ട് അവസാനം പായസം വിളമ്പ്. അതിൻ്റെ സദ്യയായിട്ട് കുറേ പടങ്ങളുണ്ട്. കഴിഞ്ഞൊരു പായസമായിട്ട് നമ്മൾ മധുരമായിട്ട് 20-ാം തീയതി വരും. തീർച്ചയായിട്ടും ആ മധുരം എല്ലാവർക്കും നല്ല അനുഭവം കൊടുക്കട്ടെ. മാമിന്റെ ഓണത്തിന്റെ ഓർമ്മകള് കുട്ടിക്കാലത്തെ ഓണമാണോ? കുട്ടിക്കാലം വെക്കേഷന് വരുമായിരുന്നു നാട്ടിൽ ആലത്തൂർ. അപ്പോൾ അവിടെ ശരിക്കും എൻ്റെ ഓർമ്മയിൽ നാട് എന്ന് പറഞ്ഞാൽ മഴയും ഓണമാണ്. എന്താ വെച്ചാൽ ആ സമയത്താണ് വെക്കേഷൻ. കളിയാണ് മെയിൻ. മറ്റേ പൂക്കളവും സദ്യയും ഒന്നുമല്ല. ആ നമ്മുടെ അയൽവാസികളുടെ കൂടെയൊക്കെ സ്ത്രീകളായാലും പുരുഷന്മാരായാലും ചേട്ടന്മാരായാലും ചേച്ചി എല്ലാവരുമായിട്ട് പാടത്ത് കളിക്കുക. അവിടെ അടുത്ത് തന്നെ വീഴുമലയുണ്ട്, അങ്ങോട്ടേക്ക് പോവുക. പിന്നെ കളി അതാണ് ഞാൻ പിൽക്കാലത്ത് ഓണത്തിനൊക്കെ മിസ് ചെയ്യാൻ തുടങ്ങിയത്. പിന്നീട് പിന്നെ എപ്പോഴും ഓണം ഈ ഫെസ്റ്റിവൽ സമയത്ത് നമുക്ക് പെർഫോമൻസസ്, അപ്പോൾ അതിൻ്റെ റിഹേഴ്സൽ, പിന്നെ ഓണം എന്നുള്ളൊരു സാധനം എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റാണ്ടായി. ഇപ്പം ആക്ച്വലി ആലോചിക്കുകയാണെങ്കിൽ ഞാൻ ഓണമായിട്ട് അങ്ങനെ ഒരു സെലിബ്രേറ്റ് ചെയ്യുന്ന അങ്ങനെ വ്യക്തിയല്ല. ഓഫ്കോഴ്സ് കൂട്ടത്തിൽ അമ്മ ദേവാങ്ക് എൻ്റെ മോൻ ഭയങ്കര ആഘോഷമാണ് ഇതൊക്കെ, അപ്പോൾ അതുകൊണ്ട് ചെയ്യും. ബട്ട് ഇത്തവണ ഭയങ്കര സ്പെഷ്യലാണ്. എന്താ വെച്ചാൽ എഗൈൻ എല്ലാവരുമായിട്ട് ഇരിക്കുന്നു. നമ്മുടെ ഒരു കൂട്ടായ്മ, ഒരു ഫിലിം പോസ്റ്റർ തന്നെ കാണുമ്പോൾ ഞാൻ ഭയങ്കര ആങ്ഷ്യസുമാണ്, എക്സൈറ്റഡുമാണ്, സ്ട്രെസ്ഡുമാണ്. ഇതെങ്ങനെ ഇനി അവസാനം ഇതെങ്ങനെ ഉണ്ടാവും എന്ന് അറിഞ്ഞൂടല്ലോ. ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, ഇത്രയും ഹൈപ്പൊക്കെ കൊടുത്ത് 1.5 years എന്നൊക്കെ. ദൈവമേ, ഇനി കാണുമ്പോൾ എന്തായിരിക്കും എന്നുള്ളത് കണ്ടറിയണം. ബട്ട് എനിവേ ഐ ബിലീവ് ദാറ്റ് ഇറ്റ് വിൽ ബി ഗുഡ്. അനുശ്രീ ഒരുപാടിടത്ത് ഓണം ആഘോഷിച്ചിട്ടുണ്ടാവുമല്ലോ. കുട്ടിക്കാലത്തെ സ്കൂളില്, അതിനുശേഷം കോളേജിലെ ഓണം ഉണ്ടായിട്ടുണ്ട്. പിന്നെ സിനിമാ സെറ്റുകളിൽ ചിലപ്പോൾ ഓണം ആഘോഷിച്ചിട്ടുണ്ടാവാം, ചിലപ്പോൾ യാത്രകളിൽ ഓണം ആഘോഷിച്ചിട്ടുണ്ടാവും. ഇതിൽ ഏറ്റവും സുന്ദരമായ ഓണം മനസ്സിലേതാണ്? അത് സ്വാഭാവികമായിട്ടും വീട്ടിൽ തന്നെ ഉള്ളതാണ്. പിന്നെ സിനിമ ലൊക്കേഷനിലാണെങ്കിൽ ഞാൻ ഒരു ഓണം മാത്രമേ ആഘോഷിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള സമയത്തൊക്കെ ആണെങ്കിൽ മാക്സിമം ഓണത്തിന് വീട്ടിലെത്താൻ തന്നെയാണ് നോക്കിയിട്ടുള്ളത്. കാരണം അച്ഛനും ഒക്കെ അവിടെയാണുള്ളത്. അപ്പൊ പിന്നെ എല്ലാരും കൂടി ഉള്ളിടത്ത് ഉണ്ടാവുക എന്നുള്ളതല്ലാണ്ട് സെറ്റിൽ മീൻസ് ഓണം ആഘോഷിക്കാൻ അത്ര ഇഷ്ടം തോന്നിയിട്ടില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ മിസ് ചെയ്യുന്നെന്ന് തോന്നിക്കഴിഞ്ഞാൽ എൻ്റെ കുറെ കൂട്ടുകാർ സെറ്റൊന്നും ഇല്ല ഇപ്പൊ കൂടെ. എല്ലാവരും കല്യാണം കഴിച്ച് അവരുടെ വഴിക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഓണമൊക്കെ ആകുമ്പോൾ അവർ പോയ വീടുകളിലായിരിക്കും ആഘോഷിക്കുന്നത്. അപ്പം എൻ്റെ ജനറേഷനിലുള്ള അല്ലെങ്കിൽ ഞാൻ പണ്ട് ഓണം ആഘോഷിച്ചിട്ടുള്ള കൂട്ടുകാരൊന്നും ഇല്ല. ഇപ്പൊ കുറെ ജൂനിയേഴ്സ് ആണുള്ളത്. അപ്പം ഞാൻ മിസ് ചെയ്യുന്നത് അതും. പിന്നെ അച്ഛൻ്റെ അമ്മ മരിച്ചിട്ടുള്ള ആദ്യത്തെ ഓണമാണ്. അപ്പം തൊട്ട് മുന്നേ വരെ അമ്മൂമ്മ ഉണ്ടായിരുന്നു. അപ്പം അത് ഈ വർഷം ഇല്ല. അപ്പം ഇനി ഉണ്ടാവോ ഇല്ല. അപ്പൊ അതൊക്കെയാണ് മിസ്സിങ് പാർട്ട് എന്ന് പറയുന്നത്. എനിക്കില്ല തളിപ്പറമ്പില് നിന്നാണ്. അപ്പോൾ അവിടുത്തെ ഓണം ആഘോഷിച്ചിട്ടുണ്ട്. ഈ പറയുന്ന പോലെ നമ്മളെപ്പോഴും പറയും നമ്മൾ പ്രസന്റിലാണ് ജീവിക്കേണ്ടത്, ഇന്നിലാണ് ജീവിക്കേണ്ടത് എന്ന് പറയുമ്പോഴും എവിടെയൊക്കെയോ ഈ അനുശ്രീയൊക്കെ പറയുന്നത് പോലെ പറയുമ്പോൾ നമ്മുടെ ചില ഓർമ്മകൾ ഉണ്ടാവാം. പഴയ ഓണമായിരുന്നു നല്ലതെന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് കമ്പയർ ചെയ്യേണ്ട കാര്യമുണ്ടോ, അതോ ഓണം ഓരോ തവണയും വരുന്നത് പോലെ അങ്ങ് ആഘോഷിച്ചു? എന്റെ ഓണം അങ്ങനെയൊന്നല്ല. എന്റെ ഒരു പ്രത്യേകത ഓണാണ്. ഞാൻ ബോർഡിംഗ് സ്കൂളിലാണ് പഠിച്ചത്. അപ്പൊ എനിക്കങ്ങനെ നാട്ടില് ഈ പറയുന്ന പോലെ ഫ്രണ്ട്സ്, എൻ്റെ വീടിനടുത്ത് കസിൻസ് അങ്ങനെയൊന്നുമില്ല. എൻ്റെ ഓണം എപ്പോഴും ഞാൻ ഒറ്റയ്ക്കാണ്. ഇനി ഞാൻ ഒറ്റയ്ക്ക് ആഘോഷിച്ചു. അപ്പൊ എൻ്റെ വീട്ടിലും ആർക്കും അങ്ങനെ ഓണം, വിഷു അതൊന്നും അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരല്ല. എനിക്കെന്തോ ഭ്രാന്തുള്ള പോലെയാണ് എൻ്റെ വീട്ടിലൊക്കെ ഈ സമയങ്ങളിലൊക്കെ കാണാൻ. കാരണം ഞാൻ ഒറ്റയ്ക്ക് കുറെ പൂ മേടിക്കും, ഞാൻ തന്നെ പൂവിടും, ഞാൻ തന്നെ സദ്യ വേണമെന്ന് പറയും. പക്ഷെ ഈ ഒരു നേരം അല്ലാതെ ഞാൻ പിന്നെ സദ്യ കഴിക്കില്ല. അപ്പൊ എൻ്റെ വീട്ടുകാരെല്ലാവരും ചീത്ത വിളിക്കും. പിന്നെ എൻ്റെ ഒരു വെറൈറ്റി ഓണമാണ്. സാധാരണ ഇപ്പൊ എൻ്റെ വീട്ടില് ആകെ എന്ന് പറഞ്ഞാൽ ഞാൻ കോളേജിൽ പഠിച്ചപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് മുസ്ലിം ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ റംസാൻ അവരുടെ വീട്ടിൽ ബിരിയാണി കഴിക്കാൻ പോകുന്നതുകൊണ്ട് അവർ എൻ്റെ വീട്ടിൽ ഓണത്തിന് കഴിക്കാൻ വരും. അപ്പൊ ഞാൻ ഇവരെയൊക്കെ വിളിച്ചു വരുത്തി ഞാൻ ഈ സദ്യ എങ്ങനെയെങ്കിലുമൊക്കെ തീർക്കുക. അല്ലെങ്കിൽ എൻ്റെ വീട്ടിലെ സദ്യ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരാഴ്ച ഇതേ സദ്യയാണ്, ഇതേ സാമ്പാർ, ഇതേ എന്നത് തീരില്ലല്ലോ. അപ്പൊ അങ്ങനെ എൻ്റെ ഓണം അതാണ്. എനിക്ക് അന്നും ഇന്നും എൻ്റെ ഓണം അങ്ങനെയാണ്. ഞാൻ ചെറുപ്പം മുതലേ എൻ്റെ വീട്ടിലെ എല്ലാ ആഘോഷവും
എന്റെ പിറന്നാൾ ഞാൻ ഒറ്റയ്ക്കാണ് ആഘോഷിക്കാറ്. അപ്പോൾ ഈ സിനിമയിൽ സാധാരണ ഈ ഓണത്തിനൊക്കെ റിലീസാകുന്ന സിനിമയിൽ ഓണം ഫ്ലേവർ ഉള്ള ഒരു പാട്ടൊക്കെ കാണും. നമ്മൾക്ക് ഈ പാതിരാക്കിളി, ഓണമായതാ ഓണമായതാ, അതുപോലെ പൂവിളി പൂവിളി. ഈ സിനിമ ഓണത്തിന് റിലീസാകുന്നു എന്നതേ ഉള്ളൂ, ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഓണം ഫ്ലേവർ അതിലുണ്ടോ? അല്ല, ആക്ച്വലി ഇത് അങ്ങനെ ഓണത്തിന് റിലീസ് ചെയ്യാൻ വേണ്ടി എടുത്ത പടമല്ല. അല്ല. ഇത് ഇതിന്റെ മൊത്തം പ്രോസസ്സ് തുടങ്ങിയിട്ട് ഒരു 1.5 വർഷം. ഞാൻ പറഞ്ഞില്ല, ആദ്യം അന്ന് അപ്രോച്ച് ചെയ്ത് ആ സമയം മുതൽ നമ്മൾ ഇത് ചെയ്യുന്നതാണ്. ഷൂട്ട് പിന്നെങ്കിലൊക്കെ ഷൂട്ട് കഴിഞ്ഞ 1 വർഷമായി. അപ്പോൾ 1.5 എവിടെ ഒരു അപ്പൊ അങ്ങനെ കുറെ പല ഷെഡ്യൂളായിട്ട് ഇത് കേരളത്തിന് 4 ജോഗ്രഫിക്കൽ ടെറൈൻ ഈ സിനിമയിൽ വരുന്നുണ്ട്. ഈ ഹൈ റേഞ്ച്, ബാക്ക് വാട്ടർ, ഗ്രാമം, സിറ്റി, അങ്ങനെ പല ഇത്, ഈ പുഴയും കടലും എല്ലാം ഉണ്ട്. അപ്പം അങ്ങനെ പല സമയങ്ങൾ സാഹചര്യങ്ങൾ അനുസരിച്ചാണ് നമുക്കത് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല നമ്മുടെ ഇതിനകത്ത് ക്യാമറമാൻ ജോബ് കൊണ്ടിരിക്കുകയാണ്. അപ്പം പുള്ളി തമിഴ്, ഹിന്ദി പടമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ആ ഒരു ഗ്യാപ്പും കൂടെ ഒക്കെ നോക്കിയാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അപ്പം അതിൻ്റെതായ ഒരു ഇതിൽ വന്നു. അല്ലാതെ ഓണം എന്ന് ഉദ്ദേശിച്ചിട്ടല്ല നമ്മൾ ചെയ്ത്. അപ്പൊ നമുക്ക് സിനിമയിൽ ഈ ഇരിക്കുന്നവരല്ലാതെ മറ്റ് ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ. സിനിമയിൽ ഇവരെ കൂടാതെ ബിജു മേനോൻ, ബിജുചേട്ടനാണ് ലീഡ് ചെയ്യുന്നത്. ബിജുചേട്ടനുണ്ട്, അനുമോഹൻ, ഹക്കീം, ഇവരൊക്കെ ഉണ്ട്. പിന്നെ സിദ്ദിഖ്, രഞ്ജി പണിക്കർ, കോട്ടയം രമേശേട്ടൻ, അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകളുണ്ട്. പിന്നെ ബിജുചേട്ടൻ്റെ ക്യാരക്ടറുകൾ പിന്നെ ഒരു സർക്കാർ ഓഫീസിലെ ഉദ്യോഗസ്ഥനായിട്ടാണ്. പിന്നെ ഈ പറഞ്ഞ എല്ലാ ക്യാരക്ടേഴ്സിനും ഈ പ്രണയം തന്നെയാണ് എല്ലാവരുടെയും. ഇതിപ്പം പല ടൈമിൽ പല രീതിയിൽ പല ആളുകൾ മൾട്ടിപ്പിൾ പ്രണയമയമാണ്, പ്രണയമയം തന്നെയാണ്. അപ്പം അത് കൂടുതൽ അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ്. ഇപ്പൊ ബീച്ചേട്ടനൊക്കെ ഈ പല സമയത്ത് ഞാൻ ഈ റീൽസിലൊക്കെ കാണുന്നുണ്ട്, പ്രണയവർണ്ണങ്ങളിലൊക്കെ പുള്ളി ചെയ്ത അത് പുള്ളിയുടെ കുറെ ഭയങ്കര ഇതായിട്ടുള്ള പ്രണയ സിനിമകളുണ്ടല്ലോ. ഇപ്പം മഴ, പിന്നെ മേഘമൽഹാർ, മധുര നമ്പരക്കാറ്റ്, അല്ലെങ്കിൽ അങ്ങനത്തെ അങ്ങനെ അത് എനിക്കൊന്ന് കുറെ നാൾക്ക് ശേഷം പുള്ളി ഒരു ത്രൂ ഔട്ട് പ്രണയം എന്ന് പറയാവുന്ന അല്ലെങ്കിൽ ഒരു ആ രീതിയിലുള്ള സിനിമകളായിരിക്കും. ഇതിന്റെ ഒരു പ്രൊമോഷൻ ഒരു വ്യത്യസ്തമായ ഒരു സംഭവം കൊണ്ട് ഹനുമാൻ കൈൻഡിന്റെ അത് റീകൺസ്ട്രക്ട് ചെയ്ത ആ അനുഭവം എനിക്ക് ശരിക്കും പറഞ്ഞാൽ കണ്ടപ്പോ എനിക്ക് ടെൻഷൻ തോന്നിയത് റിയൽ സ്റ്റണ്ട് ആണെന്ന് പറഞ്ഞപ്പോ മനുഷ്യനെ എനിക്ക് സംശയം ഉണ്ട് അവൻ എന്ത് ധൈര്യത്തിലാ കയറിയത്. എനിക്ക് തന്നെ നിന്നിട്ട് തല ഇറങ്ങിപ്പോയി. ഞാൻ ചുമ്മാ ചോദിച്ചത് നമുക്ക് ഇതിനകത്ത് കയറിയാലോ എന്ന്. ഞാൻ അപ്പുറത്തോടെ പോയി കറങ്ങി വന്നപ്പോഴത്തേക്ക് അതിനകത്തിരിക്കുന്നത്. അതിനകത്ത് ഏറ്റവും വലിയ സംഭവം എന്ന് വെച്ചാല് ഈ ഇതിനെ ആ ഓടിക്കുന്നവർക്ക് ആ ഒരു ഇത് മാത്രമേ കാണുള്ളൂ, ഫുള്ള് കാണില്ലല്ലോ. ഈ അതിനകത്ത് കയറി. അപ്പൊ നമ്മളെന്ന് വെച്ചാൽ അതിനകത്തൊരു ഫ്ലാഗ്, ഈ സിനിമയുടെ പേര് പ്രിന്റ് ചെയ്ത ഫ്ലാഗ്. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫ്ലാഗ് ഉയർത്തണം, ഫ്ലാഗ് ഉയർത്തിയ 2 മിനിറ്റ് വണ്ടി ഇറക്കണം, അല്ലാതെ സിഗ്നൽ ഒന്നുമില്ല കൊടുക്കാൻ. അപ്പൊ ഈ അനുവിന് ഫ്ലാഗ് അഴിഞ്ഞു പോയി. അപ്പൊ ഫ്ലാഗ് ഉയർത്താൻ പറ്റുന്നില്ല. അപ്പൊ പുള്ളി അതിനകത്തിരുന്ന ഫ്ലാഗ് കെട്ടി എന്നിട്ട് ഉയർത്തിയത്. അതുകൊണ്ട് മനസ്സിലായി കെട്ടാണ്ട് അവരെ ഇറക്കില്ല ഇവര്. ഇപ്പൊ ശരിക്കും നമ്മളിപ്പോ അത് എഡിറ്റ് ചെയ്ത കട്ട് അങ്ങനെ സാധനമല്ലേ കാണുന്നത്. ശരിക്കും ഒറിജിനൽ ഫുട്ടേജ് കണ്ടാല് അനു എങ്ങനെയെങ്കിലും വെപ്രാളം പിടിച്ചത് ഇറങ്ങാൻ വേണ്ടിട്ട് കെട്ടുന്നതാ കാണുന്നത്. ഇത് ഭയങ്കര റിസ്ക് ആണല്ലോ. പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ അതിനെക്കാളും ടെൻഷൻ ഇവർ രണ്ടുപേരും നിൽക്കുക. അതെ, ആക്ച്വലി ഇവർ രണ്ടുപേരും നിൽക്കുന്ന ആ പൊസിഷനാണ് ഏറ്റവും സ്കെയറി. ഞങ്ങളോട് അതാണ് ഏറ്റവും സേഫ് എന്നാണ് പറഞ്ഞത്. അപ്പൊ അതില് പങ്കെടുത്തപ്പോ എങ്ങനെയായിരുന്നു? ഈ പറയുന്ന പേടിയൊക്കെ ഉണ്ടായിരുന്നു? സംഭവിച്ചൊക്കെ മനസ്സിലായിരുന്നു? അപ്പൊ ഈ പറഞ്ഞ പോലൊന്നും അല്ല ഇതൊന്നും. ഞാൻ മറ്റവരോട് പറഞ്ഞു, എന്നിട്ട് ഞാൻ തന്നെ പേടിച്ചു പോയി നോക്കി. ഞങ്ങളെ നിർബന്ധിച്ച് കേറ്. അങ്ങനെയാണ് ഞങ്ങൾ അതിനകത്ത് കയറ്റിയത്. മറ്റേ നേരത്തെ മേരിൽ ചേച്ചി പറഞ്ഞില്ലേ ജെനുവിൻ ആണെന്ന് പറഞ്ഞപ്പോ അതാണ് ഞാൻ ചിരിച്ചത്. കാരണം ഈ മനുഷ്യൻ ഞങ്ങളോട്, ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ മുതൽ ഞാൻ പറഞ്ഞ ഞാൻ വരുന്നില്ല. അപ്പൊ പറഞ്ഞു ആദ്യം വണ്ടി കയറണമെന്നായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ ചത്താക്കില്ല, അല്ലെങ്കിൽ എനിക്ക് വയ്യ, എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്നത്തെ കൂടെ കയറി കഴിഞ്ഞാൽ ഞാൻ തിരിച്ചെങ്ങനെ ഇറങ്ങി വരുന്നതെന്ന് പോലും എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ കയറില്ല എന്ന് പറഞ്ഞു. ഞാൻ കയറില്ല എന്ന് പറഞ്ഞത് മാത്രം കയറാൻ പറ്റാതായപ്പോ അതുകൊണ്ട് മാത്രം ഞങ്ങൾ രണ്ടുപേരും താഴെ നിൽക്കരുത്. താഴെ നിൽക്കുമ്പോഴും ഞങ്ങളോട് ഇവിടെ നിന്നാൽ ഇവിടെ വലിയ കുഴപ്പമൊന്നും, ഇവിടെ നിന്ന് കൊടിവീശി കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു അവിടുന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറരുത് എന്ന് പറഞ്ഞു. അപ്പൊ അതിന് ഞങ്ങൾ അപകടപ്പെടുത്തു. ഓക്കെ, അത് പിന്നെ എന്തൊക്കെ സംഭവിച്ചാലും ഞങ്ങൾ അവിടെ നിന്ന് കരഞ്ഞു എന്നല്ലാതെ പിന്നെ ഇത് ഫുള്ള് ലോക്ക് ചെയ്യും. ഇത് ഫുള്ള് ലോക്ക് ചെയ്യും. ഇവരാരും ഇല്ല. ആ ഒരു വണ്ടി ഞങ്ങൾ രണ്ടുപേരും ഈ കൊടിയും മാത്രമേ ഉള്ളൂ. സാധാരണ അനുശ്രീക്ക് കുറച്ചുകൂടെ ഒരു ബോൾഡ് ആയിട്ട് ഇങ്ങനെയുള്ള ആക്ച്വലി ഒന്നുകൂടെ നിർബന്ധിച്ചേക്ക് കയറിയത്. ഞാനത് പിന്നെ
ഞാൻ പിന്നെ വിചാരിച്ചു ഇവർ രണ്ടുപേരും ഒരാൾ മാത്രമേ കയറാതിരിക്കണ്ടേ, അതുകൊണ്ട് പിന്നെ കൂടുതൽ നിർബന്ധിച്ചില്ല. ഇല്ല ഇപ്പൊ അനു ആണെങ്കിലും അവൻ കേറിയിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്തു. നമുക്ക് ആ കണ്ടു നിൽക്കുന്നത് നമുക്കുള്ളത് പേടി. ഔട്ട് കാണുമ്പോൾ നമുക്കത് വളരെ കാരണം അവിടെ നിൽക്കാനായിട്ടുള്ള ഒരു പൊസിഷനും ആ ഒരു ഗ്രിപ്പും കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് നിൽക്കാൻ പറ്റും എന്ന് അവൻ പറയുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് അതിനകത്തോട്ട് കേറാനുള്ളൊരു ധൈര്യം. കാരണം ഞങ്ങള് നോക്കുമ്പോ ചെയ്യണത് ഒരു ചേച്ചിയാണ്. ആ ചേച്ചി മറ്റേ മനോജ് കെ മധുരയാണെന്നുള്ള സെറ്റപ്പിൽ ഒരു ചേച്ചി. ഞങ്ങള് മറ്റേ ചേച്ചി ബൈക്ക് ഓടിക്കുന്നു, ചേച്ചി കാർ ഓടിക്കുന്നു. ചേച്ചി നമ്മളോട് പറയാൻ ബൈക്ക് ഓടിച്ചോളാം, നിങ്ങൾ ഓടിക്കൂന്നൊക്കെ. അപ്പൊ നമ്മൾ നോക്കുമ്പോ അതില് പലകകളൊക്കെ ചിലത് ഇളകിയിരിക്കുന്നുണ്ട്, ചിലതിന് പകുതി ഇല്ല. അപ്പൊ ഞങ്ങൾക്ക് ഇതൊക്കെ വൻ പ്രശ്നമാണ്. അല്ല ആ പലക ഇവർക്കതൊന്നും ഒരു പ്രശ്നം, നിങ്ങൾ ഓടിച്ചോളൂ ഈ ബൈക്ക് എന്നൊക്കെ. വിഷ്ണുവിന് കാർ ഓടിക്കാൻ അറിയില്ലേ, മറ്റേ ഇതിനകത്ത് ഓടിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ റോട്ടിൽ കൂടെ ഓടിക്കുന്നത് കണ്ടിട്ടുണ്ടോ, അതൊന്നും വലിയ പാടാ. ഞാനിവിടെ ഏതെങ്കിലും വഴിക്കും മറ്റേ പോകുമ്പോൾ ബ്ലോക്ക് കണ്ടാൽ ചോദിക്കുന്നെങ്കിൽ ഈ റൂട്ടിലൂടെ ഞാൻ ചോദിച്ചപ്പോ കറക്റ്റ് ആയിരുന്നു, ഞാൻ അതേ റൂട്ടിലുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു അതെ ഞാൻ ഇവിടെ ഉണ്ടെങ്ങനെ മനസ്സിലായി. അല്ല ഇതൊക്കെ കേൾക്കുന്നല്ലേ ഞാൻ മാം ഞങ്ങൾക്കൊരു ചെറിയ ഇതിന്റെ ബൈറ്റ് തന്നിരുന്നു. അപ്പൊ ഞങ്ങളുടെ പ്രതിനിധി നിഖിലിനോട് മാം പറയുന്നുണ്ടായിരുന്നു വളരെ സേഫ് ആയിട്ടുള്ള വർക്കിംഗ് എൻവയോൺമെന്റ് ആണ് ഈ സംവിധായകൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് എന്നെ കൊണ്ടുപോകാൻ. ഞാൻ ആദ്യം ആലോചിച്ചതാ, പിന്നെ വിചാരിച്ചു കുറച്ച് ദിവസം പ്രൊമോഷൻ ഉണ്ടല്ലോ, ഇപ്പഴേ കൊണ്ട് വല്ല കയ്യും കാലം ഒടിക്കാൻ എന്ത് ചെയ്ത് വെച്ചിട്ട് പിന്നെ വിളിക്കാറുതാ. ജോമോൻ ടി ജോണുമായിട്ടുള്ള ഒരു അസോസിയേഷൻ, അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പ്രതിഭ നമ്മൾ പറയേണ്ട കാര്യമല്ലേ. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നു, ആ വ്യക്തി തന്നെ ഇതിന്റെ പല ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നു, ആ എക്സ്പീരിയൻസ്. പക്ഷെ അതെന്ന് വെച്ചാല് പിന്നെ ഇപ്പം ജോമൻ ചേട്ടനും പിന്നെ എഡിറ്റർ ഷമീർ ഇവരൊരുമിച്ചുള്ള കമ്പനിയാണ് പ്ലാൻ ചെയ്യുന്നത്, തന്നെയും നിങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് നമ്മൾ അങ്ങനെ ഒരു എല്ലാവരും ഒരു സുഹൃത്ത് വലയത്തിലുള്ള ആൾക്കാരാണ്. ഇപ്പം എൻ്റെ കോ പ്രൊഡ്യൂസേഴ്സ് ഹാരിസ്ക, ഇമാജിൻ സിനിമാസ്, എന്താ പറയുക, ഇപ്പോൾ വാഴ ഓടിക്കൊണ്ടിരിക്കും. അപ്പം അങ്ങനെ അടുപ്പമുള്ള ആൾക്കാർ. ഇപ്പം ഞാൻ ഇങ്ങനൊരു പ്രൊജക്റ്റ് ഇങ്ങനെ സംഭവം ചെയ്യാമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഇവരൊക്കെ ഡിസ്കസ് ചെയ്ത സമയത്ത് എല്ലാവർക്കും ഈ പ്രൊജക്റ്റ് ഈ സബ്ജക്റ്റ് കാര്യങ്ങളായിട്ട് ഇൻട്രസ്റ്റ് ആയപ്പം ഞങ്ങളെല്ലാവരും കൂടെ നമ്മളോട് ചേരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആയി. അപ്പം അങ്ങനെയാണ് പിന്നെ ജോമൻ ചേട്ടൻ ക്യാമറ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ആ സമയത്ത് വേറെ പടം ചെയ്യായിരുന്നു, തമിഴ് പടം അങ്ങനെ ചെയ്യാറ്. അപ്പോൾ അങ്ങനെ അതുകൂടെ നോക്കിയിട്ടാണ് നമ്മൾ വെച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും പുള്ളി ചെയ്ത സിനിമകളൊക്കെ അറിയാമല്ലോ, അത്രയും ബ്യൂട്ടിഫുൾ ഫ്രെയിംസ് ഉള്ള അങ്ങനത്തെ ഒരു വർക്കുകളാണ് ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനെ ഒരു ക്യാമറമാനോട് നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ എന്താ പറയുക, നമുക്ക് ഭയങ്കര ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ടിന് മുകളിലേക്ക് അത് കിട്ടും എന്നൊരു സാധനം അത് അങ്ങനെ തന്നെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ ഫാമിലി ഓഡിയൻസിൽ അതിൽ കുട്ടികളുണ്ടാവും, പ്രായമുള്ളവരുണ്ടാകും, ചെറുപ്പക്കാരുണ്ടാവും, ഇവരെല്ലാം ആകർഷിക്കുന്ന എന്തൊക്കെ ചേരുവ ഇതിനകത്തുള്ളത്? അല്ല ഞാൻ എൻ്റെ മെയിൻ ഇത് ഞാൻ ഉദ്ദേശിച്ചത്, ഞാൻ മേപ്പടിയാൻ സിനിമ കണ്ട ഓഡിയൻസ് ഉണ്ടല്ലോ, അത് ഇഷ്ടപ്പെട്ട ഓഡിയൻസ് ഒരുപാട് പേര് നമ്മളോട്, ഇഷ്ടപ്പെടാത്തവരുണ്ടാവും, പക്ഷേ ഇഷ്ടപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ആ ആളുകളെ ഉദ്ദേശിച്ച്, ആ ടാർഗറ്റഡ് ഓഡിയൻസിനെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഈ സിനിമ ചെയ്തത്. ഒന്ന് പിന്നെ എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെടാം, കാരണം പ്രണയമായതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടാം. പക്ഷെ മെയിൻലി എൻ്റെ ഫോക്കസ് ഒരു ഫാമിലി ഓഡിയൻസിനെ ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് നമ്മൾ വിചാരിച്ച പോലെയൊക്കെ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ സിനിമയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ കൂടുതൽ മറ്റ് കാര്യങ്ങൾ അധികം പറയാൻ പറ്റാത്തത് കൊണ്ടും ആകെ നമുക്ക് സെപ്റ്റംബർ 20-ാം തീയതി കഥയുന്ന വരെ ഇത്രയും ആർട്ടിസ്റ്റുകളായിട്ടൊക്കെ റിലീസ് ചെയ്യുന്നു എന്ന് മാത്രമാണ് പറയാൻ പറ്റുന്നത്. അപ്പൊ ഈ മാമിന്റെ കഥാപാത്രം ഒരു നർത്തകിയല്ലല്ലോ ഇതിൽ? അല്ല. അപ്പൊ അതോടെ ഞാനൊന്ന് ക്ലിയർ ചെയ്യട്ടെ. അതായത് എന്താ സംബന്ധിച്ചാല് ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ ഇന്റർവ്യൂവിലും ചോദിച്ചാൽ അല്ലാതെയും ചോദിക്കുന്നുണ്ട്, അതായത് എന്തുകൊണ്ട് മേതിൽ ദേവിക, അതായത് നൃത്തത്തിന് ഇമ്പോർട്ടൻസ് ഉള്ള ക്യാരക്ടറാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും അത്രയും പെർഫോം ചെയ്യാനായിട്ട് അങ്ങനെ ഒക്കെയാണോ? അതുകൊണ്ടൊന്നുമല്ല. ഇതിനകത്തൊരു സർക്കാർ ജോലിക്കാരിയായിട്ടുള്ള ജിയോളജി വകുപ്പിലൊരു ഉദ്യോഗസ്ഥയായിട്ടാണ് ചെയ്യുന്നത്. അല്ലാതെ അങ്ങനെ ഭയങ്കര അഭിനയ ഇതായിട്ടുള്ള സീനുകളോ നൃത്തമോ ഒന്നുമില്ല. ഞാൻ ചോദിക്കാൻ വന്ന കൊനിഷ്ഠ ചോദ്യം എന്തായാലും സംവിധായകൻ തന്നെ അത് കൃത്യമായി പറഞ്ഞു തന്നു. ചോദ്യം ഇതായിരുന്നു, കാരണം അങ്ങനെ ഒരു നൃത്ത പ്രാധാന്യമുള്ള ക്യാരക്ടർ അല്ലെങ്കിൽ എന്തുകൊണ്ട് മാമിലേക്ക് എത്തി എന്നുള്ളതായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. അതെന്തായാലും അല്ല, എനിക്ക് അറിയാം ഇത്തരത്തില് അതൊരു എൻ്റെ ഒരു തോട്ട് ഇങ്ങനെ, അതായത് എന്തായാലും പുള്ളിക്കാരുടെ അടുത്ത് ഒരു നൃത്തത്തിന് ഇമ്പോർട്ടൻസ് ഉള്ള ക്യാരക്ടർ കൊണ്ട് പോയാൽ ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല്, കാരണം ആ മേഖലയിൽ ഒരാള് ഇത്ര ഇതായിട്ട് നിൽക്കുമ്പം ഇനി എന്ത് സിനിമ വന്ന് അണിച്ചാലും താഴെ പോകുള്ളൂ. ഇപ്പം ഞാൻ പറയാണ്, സിനിമയിൽ ഒരു കഥാപാത്രയുടെ നൃത്തം ചെയ്യിപ്പിക്കാൻ കൊണ്ടു കഴിഞ്ഞാൽ ആ അല്ലാതെ സ്റ്റേജ് പെർഫോമൻസും പുള്ളിക്കാർ ചെയ്യുന്ന മറ്റു വർക്കുകളും ആ ഡാൻസ് ഇഷ്ടപ്പെടുന്ന അതിൻ്റെ ഒരുപാട് ആളുകളുണ്ട്. അവരൊരിക്കലും സാറ്റിസ്ഫൈഡ് ആവില്ല. അപ്പം അവർ പറയും, ഓ അത് ലൈവ് കാണുന്നതായിരുന്നു, അത് സിനിമയിൽ അത് ഇതായില്ല എന്നേ പറയുള്ളൂ ഒരിക്കലും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു പണിക്ക് നിൽക്കാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു കാര്യം ആദ്യമേ ഞാൻ പറഞ്ഞു, എൻ്റെ സിനിമയിൽ നൃത്തമില്ല. അപ്പോഴാണ് ഇരിക്കൂന്ന് പറഞ്ഞത്.
അതെ എനിക്കാരെങ്കിലും അതെ അപ്പോ ഒരിക്കൽ കൂടെ ഈ പറയുന്ന ഈ മൊത്തം കഥയിൽ നിന്ന് ശരിക്കും എസ് പറഞ്ഞിരുന്നോ? എന്നിട്ട് തന്നെയാണോ അഭിനയിപ്പിച്ചത്? പറഞ്ഞു. അപ്പൊ മനസ്സിലായല്ലേ, കേട്ടല്ലോ. ഇതിപ്പോ വേറെ വഴിയില്ല. ഇവിടെ ഇരുന്ന് ലോ പറയാൻ പറ്റില്ല. എസ് പറയേണ്ട നിർവാഹം ഉണ്ടോ? സെപ്റ്റംബർ 20 റിലീസും ഇതിപ്പോ പ്രൊമോഷനും. ഇപ്പൊ ഞാൻ ഏകദേശം എസ് ആണെന്നൊക്കെ. അപ്പൊ എന്തായാലും നിങ്ങളുടെ ഈ കൂട്ടായ്മയിൽ ഇത്രയും സന്തോഷത്തോടു കൂടി ഇത്രയും പേര് ഒന്നിച്ച് എഫേർട്ട് ഇട്ടെടുത്ത ഈ കഥ ഇന്ന് വരെ എന്ന സിനിമ, ഞങ്ങൾക്കൊക്കെ നൊസ്റ്റാൾജി ആയിരുന്ന കഥ ഇതുവരെ എന്ന് പറയുന്ന ആ സിനിമയെ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഈ സിനിമ ഒരു വലിയ വിജയമാകട്ടെ. മലയാളത്തിൽ നല്ല സിനിമകൾ ഉണ്ടാകട്ടെ. ഇതേപോലെ തന്നെ നമുക്കൊക്കെ വളരെ കംഫർട്ടബിൾ ആയി വർക്ക് ചെയ്യാൻ പറ്റിയ സിനിമകൾ ഉണ്ടാവട്ടെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. Thank you. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഓണാശംസകൾ.